കഴിഞ്ഞ ദിവസം കൈ തലയിൽ വെച്ചുകൊണ്ട് ഒരാൾ എൻ്റെ ഒ പിയിൽ വന്നു. കൈയിലേക്ക് ഷോക്ക് അടിക്കുന്നത് കൊണ്ടും കഠിനമായ വേദന കൊണ്ടും അദ്ദേഹത്തിന് കൈ തൂക്കിയിടാൻ പറ്റുന്നില്ല. അത്തരത്തിൽ കൈയിലേക്ക് ഷോക്ക് അടിക്കുന്ന കഠിനമായ വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടന്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. സെർവിക്കൽ റാഡിക്കുലോപ്പതി കഴുത്തിൽ നിന്നും കൈയിലേക്ക് വേദനയും തരിപ്പും ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് സെർവിക്കൽ റാഡിക്കുലോപ്പതി. ഇതിൽ കഴുത്തിൻ്റെ ഒരു വശത്ത് നിന്ന് തുടങ്ങി കയ്യിലെ ഏതെങ്കിലും ഒരു നാഡിയുടെ ഭാഗത്തേക്ക് വേദന ഉണ്ടാവും. അതോടൊപ്പം തന്നെ തരിപ്പ്, ഒരു പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് തുടങ്ങുന്നത് പലപ്പോഴും ചിലപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ കഴുത്ത് ഉളുക്കിയ ഒരവസ്ഥയിലായിരിക്കും. ആദ്യമായി തുടങ്ങുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല, കഴുത്ത് ഉളുക്കിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ കൈപ്പലയുടെ ഭാഗത്തുള്ള എല്ലിൻ്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടും. പിന്നെ കുറച്ച് ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കയ്യിലേക്ക് മെല്ലെ വേദന ഇറങ്ങും. സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു കൈയിലേക്കാണ് വേദന ഉണ്ടാവുക. ഏതെങ്കിലും ഒരു വശത്തേക്ക്, ഒരു കൈയിലേക്ക്, ഏതെങ്കിലും ഒരു വിരലിലേക്ക് മാത്രമായിട്ടാണ് കൂടുതൽ വേദന അനുഭവപ്പെടുക. അപ്പോൾ ഏത് നെർവാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടായിരിക്കും. എന്താണ് ഈ സെർവിക്കൽ റാഡിക്കുലോപ്പതിയുടെ കാരണം, അല്ലെ എന്താണ് ഈ അസുഖം എന്ന് നമുക്ക് നോക്കാം. അത് കഴുത്തിൽ നമുക്ക് സാധാരണ 7 കശേരുക്കളുണ്ട്. അപ്പോൾ 7 കശേരുക്കൾ, ഓരോ കശേരുക്കൾക്കിടയിലായിട്ട് നമുക്ക് ഡിസ്ക് ഉണ്ടാവും. അപ്പോൾ അതിന് പുറകിലായിട്ടാണ് സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡി, അതായത് തലച്ചോറിൽ നിന്നും താഴോട്ട് ഞരമ്പുകൾ കൊണ്ടുവരുന്ന സുഷുമ്നാ നാഡി കിടക്കുന്നത് ഈ കഴുത്തുകളുടെ കശേരുക്കളുടെ പുറകിലായിട്ടാണ്. അപ്പോൾ അതിന് ഓരോ ഡിസ്കിൻ്റെ പുറകിലും ഓരോ നെർവ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് കയ്യിലേക്കുള്ള നെർവ് വരുന്നത് ഈ ഡിസ്കിൻ്റെ പുറകിലൂടെയാണ് നമുക്ക് ഓരോ കൈയിലേക്കുള്ള 2 കൈയിലേക്കുള്ള ഈ നാഡികൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗത്ത്, ഈ കയ്യിലേക്ക് വരുന്ന നാഡിയുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു കംപ്രഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവിടെ ഒരു നീരിറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിൽ നിന്നും കയ്യിലേക്കുള്ള ഈ വേദന ഉണ്ടാവും. അതിനാണ് സെർവിക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഒന്നുകിൽ അത് ഡിസ്ക് ആവാം. അതായത് നമ്മൾ ഈ ഡിസ്ക്, ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്ന കഴുത്തിൻ്റെ ലെവലിലുള്ള ഡിസ്ക് പുറകോട്ട് തള്ളിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലൂടെ കയ്യിലേക്ക് വരുന്ന നാഡിയുടെ ഭാഗത്ത് നീരിറങ്ങുക, ഇൻഫ്ലമേഷൻ വരിക, അല്ലെങ്കിൽ അത് കംപ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു നാഡിയുടെ ഭാഗത്തേക്ക് നമുക്ക് വേദന ഉണ്ടാവും. ഉദാഹരണത്തിന് C5 എന്ന് പറയുന്ന ഒരു നെർവിൻ്റെ ഭാഗത്താണ് കംപ്രഷൻ ഉണ്ടാകുന്നത്. നമുക്ക് കഴുത്തു നിന്ന് തുടങ്ങി ഷോൾഡർ വരെ, ഇത്രയും ഭാഗത്ത് വരെ വേദന ഉണ്ടാവും. അപ്പോൾ അത് C6 ആണെങ്കിൽ കുറച്ചുകൂടി താഴോട്ട് നമുക്ക് ഈ തമ്പ് വരെ വേദന വരാം. അപ്പോൾ അത് കഴുത്തിൽ നിന്ന് തുടങ്ങിയിട്ട് താഴെ വരെ ഒരു ഷോക്ക് അടിക്കുന്ന ഒരു ലൈനിൽ, അപ്പോൾ പ്രത്യേകിച്ച് പറയാൻ ഒറ്റ ലൈനിൽ ഇങ്ങനെ വേദന ഇറങ്ങും. അതിൻ്റെ കൂട്ടത്തിൽ തരിപ്പുണ്ടാവും. എല്ലാവർക്കും തരിപ്പുണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല. ചിലപ്പോൾ വേദന മാത്രമായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ കൂടെ തരിപ്പുണ്ടാകും, ചിലപ്പോൾ അതുകൂടെ വീക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ കംപ്രഷൻ വരുന്ന, എത്രത്തോളം കംപ്രഷൻ ഉണ്ടെന്നുള്ളതനുസരിച്ച് സിംറ്റംസിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒന്നുകിൽ ഈ ഡിസ്ക് പുറകോട്ട് തള്ളി ഈ ഞരമ്പ് കംപ്രസ് ആകുമ്പോൾ ഇതുപോലെ വേദന ഉണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് ഈ തേയ്മാനം കാരണം, അതായത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്നറിയപ്പെടുന്ന തേയ്മാനം കാരണം, നമ്മൾ പ്രായമുള്ള ആൾക്കാർ, 40-50 വയസ്സുള്ള ആൾക്കാർക്കാകുമ്പോൾ തേയ്മാനത്തിൻ്റെ ഭാഗമായി എല്ലിന് വളർച്ച ഉണ്ടാവും. ആ ഭാഗത്തുള്ള കശേരുക്കളുടെ എല്ലിന് വളർച്ച ഉണ്ടാകുമ്പോൾ അതിന് പുറകിലുള്ള നെർവിന് ആ എല്ല് തട്ടിയിട്ട് ആ ഭാഗത്ത് നീരിറങ്ങുകയും അതുപോലെ തന്നെ ഈ റാഡിക്കുലോപ്പതി വരികയും ചെയ്യാം. പിന്നെ അതുകൂടാതെ ചില റെഡ് ഫ്ലാഗ്സ്, അതായത് ഗുരുതരമായ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും റാഡിക്കുലോപ്പതി വരാം. ഉദാഹരണത്തിന് കഴുത്തിൻ്റെ ലെവലിൽ ഒരു ട്യൂമറോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ അതും നെർവ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു നെർവിൻ്റെ ഭാഗത്തേക്ക് കംപ്രഷൻ വരാം. അപ്പോൾ കയ്യിലേക്ക് സെർവിക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു ലക്ഷണം പോലെയാണ്. അതായത് കഴുത്തിൽ നിന്ന് തുടങ്ങി കയ്യിലേക്ക് ഏതെങ്കിലും ഒരു നെർവിൻ്റെ ഭാഗത്തോടെ വേദനയ്ക്കാണ് സെർവിക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്നത് ഡിസ്കിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലിൻ്റെ തേയ്മാനോ കാരണമുള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. വളരെ അപൂർവമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷനോ ട്യൂമറോ കാര്യങ്ങളോ അതുപോലുള്ള അസുഖങ്ങളായിട്ടും വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഡിസ്ക് കാരണമുള്ള അല്ലെങ്കിൽ തേയ്മാനം കാരണമുള്ള പെയിന് പെട്ടെന്നൊരു ദിവസമായിരിക്കും സ്റ്റാർട്ട് ചെയ്ത് 2 രീതിയിൽ വരാം. ചില ആൾക്കാർക്ക് മെല്ലെ മെല്ലെ തുടങ്ങി കൂടി കുറേ കാലങ്ങൾ കൊണ്ട് വരുന്നതായിരിക്കും. വേറെ ചില ആളുകൾക്ക് പെട്ടെന്നൊരു ദിവസം, ഒന്നുകിൽ നമ്മൾ ചിലപ്പോൾ ഒരു വലിയൊരു ഭാരപ്പെട്ട സാധനം എടുത്ത് പൊക്കി, കുനിഞ്ഞിട്ട് വെയിറ്റ് എടുത്ത് പൊക്കി, അപ്പോൾ പെട്ടെന്ന് ഡിസ്ക് തല്ലി കൈയിലേക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന പോലത്തെ വേദന വന്നു, അത് കൂടി വരും. അതല്ലെങ്കിൽ നമ്മൾ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി, പ്രശ്നമൊന്നുമില്ലാതെ കിടന്നുറങ്ങിയ ഒരാൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കഴുത്ത് ഉളുക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കയ്യിലേക്ക് വേദനയും തരിപ്പും ഇറങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രോഗിയുടെ അവസ്ഥ അതാണ്. അതായത് രാവിലെ എണീറ്റ് വന്നപ്പോൾ കൈ താത്തിയിടാൻ പറ്റുന്നില്ല, കൈ തൂക്കിയിടുമ്പോഴേക്ക് തന്നെ നല്ല പോലെ വേദന വരും. അപ്പോൾ അത് അവരെന്ത് ചെയ്യും, കൈ പൊക്കി പിടിക്കും. ആ കൈ തലയിലേക്ക് പൊക്കി വെക്കുമ്പോൾ അവർക്കൊരു റിലാക്സേഷൻ കിട്ടും, ആ നെർവിൻ്റെ മുകളിലുള്ള കംപ്രഷൻ കുറയും. അപ്പോൾ പെട്ടെന്ന് അക്യൂട്ട് ഹെർണിയേറ്റഡ് ഡിസ്കിൽ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ കൈ തീരെ തൂക്കിയിടാൻ പറ്റില്ല, കൈയിൻ്റെ ഭാരം താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഈ ഷോക്ക് അടിക്കും, കയ്യിലേക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ അവരത് തലയിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടുകയാണ്. അപ്പോൾ ഈ രോഗി മിക്കവാറും ഒ പിയിലേക്ക് വരെ തലയിൽ കൈ വെച്ചുകൊണ്ടായിരിക്കും. കാരണം വെച്ചാൽ അവർക്ക് കൈ തൂക്കിയിടാൻ പറ്റുന്നില്ല. അതുപോലെ അവരുടെ തലയുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും.
അപ്പോൾ അവർക്ക് കുറച്ച് അപ്പോൾ ഇപ്പോൾ വേദന കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പോയി കിടക്കാം. അപ്പോൾ സാധാരണ എന്ത് വേദന വന്നാലും ഇപ്പോൾ നടുവേദന ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു വേദന വരുമ്പോൾ ആദ്യം ചെയ്യുന്നതാണ് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നായിരിക്കും. ഈ ഒരു അസുഖത്തിന് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ പോയി കിടക്കാൻ പറ്റില്ല, നേരെ കിടന്ന് കഴിഞ്ഞാൽ വേദന കൂടും. അപ്പോൾ ഇവർ ഇരുന്നിട്ട് നേരം വെളുപ്പിക്കേണ്ട അവസ്ഥയാണ്. കാരണം വെച്ചാൽ നേരെ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ വേദന കയ്യിലേക്ക് വേദന അസഹനീയമായി കൂടും, ശക്തമായ വേദനയായിരിക്കും. അപ്പോൾ ഇതുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ചെയറിൽ ഇരുന്നിട്ടാണ് നേരം വെളുപ്പിക്കുക. മിക്കപ്പോഴും നേരെ ഇരുന്ന് കഴിയുമ്പോൾ അവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ചാരി ഇരുന്ന് കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അവർ ഇരുന്നിട്ട് നേരം വെളുപ്പിക്കുക, അല്ലെങ്കിൽ 3 or 4 തലയണ വെച്ചിട്ട് ചിലപ്പോൾ ചരിഞ്ഞ് കിടക്കേണ്ടി വരും. അപ്പോൾ നേരെ കിടന്നു കഴിഞ്ഞാൽ വേദന കൂടും. അപ്പോൾ ഇത്തരത്തിൽ ഒരു അസഹനീയമായ വേദന, ഇപ്പോൾ ഒരു ആദ്യത്തെ 2-3 കുറച്ച് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കിടക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റത്തില്ല, കൈ തൂക്കിടാൻ പറ്റില്ല, കൈ തൂക്കിയിടുമ്പോൾ വേദന കൂടും. അപ്പോൾ കൈയും തലയിൽ വെച്ചിട്ട് ചെയറിൽ ഇരുന്നിട്ട് ഇരിക്കേണ്ട അവസ്ഥയായിരിക്കും പലർക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും, ഈ അസഹനീയമായ പെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേഗം പോയി ഡോക്ടറെ കാണിക്കും, കുറച്ച് മെഡിസിൻ എടുക്കും. പക്ഷേ ഈ വേദന സംഹാരികളും ഈ മെഡിസിൻസ് ഒന്നും എടുത്താലൊന്നും ഇതിൻ്റെ വേദന കുറയുകയില്ല. അതാണ് വേറൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് വേദനയുടെ കാഠിന്യം നമ്മൾ ഓടി ഓരോരുത്തരും മാറി മാറി കാണിക്കും. സാധാരണ ഈ അസുഖമുള്ള ആൾക്കാർ നമ്മൾ കാണുന്നതിൽ ആദ്യത്തെ ഒരാഴ്ചകളിൽ മിനിമം 2-3 ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ആദ്യത്തെ മെഡിസിൻ എടുത്ത് കുറഞ്ഞില്ല, അപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന കിടക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ ആളെടുത്ത് പോകും, അവിടുന്ന് വേറെ മെഡിസിൻ മാറ്റി എഴുതും, അത് കഴിച്ചിട്ടും കുറവില്ല. അപ്പോൾ അത് അങ്ങനെയാണ് വരിക സാധാരണ രീതിയിൽ. ആ വേദനയുടെ കാഠിന്യം അങ്ങനെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ ഹെർണിയേറ്റഡ് ഡിസ്ക് കാരണം ഉണ്ടാകുന്ന ഈ ഒരു വേദന സാധാരണ രീതിയിൽ നമ്മൾക്ക് ഒരു 90% ആളുകൾക്കും കുറച്ച് കഴിഞ്ഞാൽ സെറ്റിലാവുന്നതാണ്. ഇതൊരു നിലനിൽക്കുന്ന സംഭവമല്ല. ഈ സാധാരണ രീതിയിൽ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ഇവരുടെ വേദന സെറ്റിലാവും. പക്ഷേ ആ 2-3 ആഴ്ച നമുക്ക് മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ വേദന സഹിച്ചുകൊണ്ട് അത്രയും കാലം പിടിച്ചു നിൽക്കാനാവില്ല. അപ്പോൾ ഈ ഒരു വേദനയുള്ള സമയത്ത് രോഗിയോട് പറയുകയാണ് നിങ്ങൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ റെഡി ആയിരിക്കും. കാരണം വെച്ചാൽ അതിന് വേദനയുടെ കാഠിന്യം അത്ര കൂടുതലായിരിക്കും. അതുപോലെ കിടക്കാനിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യാൻ പറഞ്ഞാലും റെഡി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് ഇതിൻ്റെ അസുഖത്തിൻ്റെ രീതി എന്താണ് ഇത് സംഭവം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ പ്രധാനമാണ്. ഇതാണ് ഈ ഡിസ്ക് തള്ളിയതുകൊണ്ടാണ് നിങ്ങളെ പ്രശ്നം. അപ്പോൾ അത് അവിടെ നീരിറങ്ങിക്കൊണ്ടുള്ള പെയിനാണ്. അത് നമുക്ക് അത് പറഞ്ഞാൽ മാത്രം പോരാ, അവർ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തന്നെ പകുതി സമാധാനം ഉണ്ടാവും. കാരണം ചില വേദന അസഹനീയമായ വേദന ഉണ്ടാകും, പല അസുഖങ്ങളെക്കുറിച്ച് അവർക്ക് പേടിയുണ്ടാവും. ഇത് മാറാത്തൊരു രോഗമാണെങ്കിൽ ഞാനിപ്പോൾ കുഴഞ്ഞു പോകുമെന്നുള്ള പേടികളുണ്ടാവും. അപ്പോൾ അത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമത് അവർക്ക് പെയിൻ റിലീഫ് കൊടുക്കണം, അതായത് വേദന കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഇപ്പോൾ ഹെർണിയേറ്റഡ് ഡിസ്കിൻ്റെ ആണോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തണ്ടേ. അപ്പോൾ നമുക്ക് ഓരോ രീതിയിലായത്, അപ്പോൾ ഈ രോഗിയുടെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ഇതിനും ഓരോ നെർവിനും ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് വേദന, കയ്യിലേക്ക് ഏത് ഭാഗത്തേക്കാണ്, ഏത് വിരലിൻ്റെ ഭാഗത്തേക്കാണ് വേദന എന്നുള്ള അനുസരിച്ച് നമുക്ക് ഏത് നെർവാണ് കംപ്രസ് ആയതെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് കൂടാതെ അവർക്ക് അതിൻ്റെ കൂടുതൽ ചിലപ്പോൾ ഗ്രിപ്പ് വീക്ക്നെസ് ഉണ്ടാവും, ശക്തി കുറവുണ്ടാവും, അതായത് കൈക്ക് മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അത് നമ്മൾ നോക്കണം എപ്പോഴും. അത് കൂടാതെ ചില കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ വേദനയുടെ കൂടത്തിൽ തന്നെ ഇയാൾക്ക് നടക്കാനുള്ള ഇൻസ്റ്റബിലിറ്റി, അതായത് ഗേറ്റും നടക്കാൻ പറ്റുന്നില്ല, ബാലൻസ് കിട്ടാത്ത അവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ വയറ്റുനിന്ന് പോകാനും മൂത്രമൊഴിക്കാൻ അല്ലെങ്കിൽ അറിയാതെ പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ പോകാത്തൊരവസ്ഥ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ സുഷുമ്നാ നാഡിയെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ, ഡിസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളൊരു കാരണമാണ് സുഷുമ്നാ നാഡിയെ കംപ്രസ് ചെയ്യുന്ന സെർവിക്കൽ മൈലോപ്പതി എന്നൊരു സംഭവമുണ്ട്. അതായത് സുഷുമ്നാ നാഡിയെ കംപ്രസ് ചെയ്യുന്നത് മൂലം നെർവിനുണ്ടാകുന്ന പ്രശ്നം, ചതവാണ് സെർവിക്കൽ മൈലോപ്പതി. അത് ഒരു റെഡ് ഫ്ലാഗ് ആണ്. അതായത് നമുക്ക് ആൾക്ക് നടത്തത്തിൽ ബാലൻസിന് പ്രശ്നമുണ്ട്, 2 കൈയിലേക്കും തരിപ്പും വേദന, 2 കൈയിലേക്കും 2 കാലിലേക്കും തരിപ്പും വേദനയുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബവൽ ബ്ലാഡറിന് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു എമർജൻസിയാണ്. പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സംഭവം. അപ്പോൾ സെർവിക്കൽ മൈലോപ്പതിയുടെ സിംറ്റംസ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇമേജിങ് ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, സർജറി ആണെങ്കിൽ സർജറി തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യുകയും വേണം. അതിന് വെയിറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ നിലനിന്ന് പോകും, പിന്നെ മാറാത്തൊരവസ്ഥ വരും. അപ്പോൾ അതല്ലാത്ത ആളുകൾക്ക്, അത്തരത്തിലുള്ള റെഡ് ഫ്ലാഗ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇത് പേടിക്കേണ്ട അവസ്ഥയല്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ ഇത് വേദനയുടെ കാഠിന്യം കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ സെറ്റിലാവും. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇതിന് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ പെട്ടെന്ന് തന്നെ MRI എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ MRI എടുക്കേണ്ടയില്ല. നിങ്ങൾ ഇപ്പോൾ ഈ വേദന ഇത്ര കാഠിന്യമായ വേദന അല്ല, ഇപ്പോൾ പെട്ടെന്ന് MRI അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ട്രീറ്റ് ചെയ്യണം. പക്ഷേ ട്രീറ്റ് ചെയ്തിട്ടും വേദന മാറുന്നില്ലെങ്കിൽ MRI എടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ച മെഡിസിനും ഇതെല്ലാം എടുത്ത് എല്ലാ ട്രീറ്റ്മെൻറ്റും ട്രൈ ചെയ്തിട്ടും ഒരു മാറ്റം ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ MRI എടുക്കേണ്ടി വരും. അപ്പോൾ MRI എടുക്കാതെ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏത് ലെവലിലാണ് കംപ്രഷൻ എന്ന് അറിയാൻ പറ്റും, എത്രത്തോളം ഉണ്ട് കംപ്രഷൻ, അതുപോലെ സ്പൈനൽ കോഡിന് വല്ല ഡാമേജ് ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുകൂടാതെ ഈ റെഡ് ഫ്ലാഗ്സിൽ പെട്ട ട്യൂമർ, ഇൻഫെക്ഷൻ പോലുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താനൊക്കെ MRI സഹായിക്കും. അപ്പോൾ MRI എടുക്കേണ്ടത് അത്തരത്തിലുള്ള അവസ്ഥയിലാണ്. അതായത് നമ്മളൊന്ന് റെഡ് ഫ്ലാഗ്സ് സംശയിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണയുള്ള കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ടും ഇയാൾക്ക് വേദന നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ MRI പോലെയുള്ള ഇമേജിങ് എടുക്കേണ്ടി വരും. അപ്പോൾ
എന്താണ് നമുക്ക് ഈ രോഗിക്ക് ശമനം കൊടുക്കാൻ, അതായത് ഈ വേദന ഞാൻ പറഞ്ഞു കഠിനമായ വേദനയായിരിക്കും കുറച്ച് ദിവസം. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഈ രോഗത്തിന് നമുക്കൊരു ശമനം കൊടുക്കാൻ പറ്റുക? അപ്പോൾ അതിൽ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണ ഏത് വേദനയ്ക്ക് ചെയ്യുന്ന പോലെ ചൂട് പിടിക്കുക, അല്ലെങ്കിൽ ഐസ് വെച്ച് കൊടുക്കുക. ആ വേദനയുള്ള ഭാഗത്ത് കുറച്ച് ഐസ് പാക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചൂട് പിടിച്ചു കൊടുക്കുക. അതിന് അവർക്ക് ആശ്വാസമുണ്ട്. കൂടുതൽ നമുക്ക് ജെല്ല് പോലത്തെ ഡൈക്ലോഫിനാക്ക് ജെല്ല് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. കഴുത്തിൻ്റെ ഭാഗത്ത് സിവിയർ പെയിൻ, പെടലി പിടിച്ചതാണെങ്കിൽ, കഴുത്ത് ഉളിക്കിയ ഭാഗത്താണെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കാം. അതുകൂടാതെ അവരുടെ പൊസിഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ കിടക്കുമ്പോൾ 2-3 തലയണ വെച്ചുകൊണ്ട് ഒന്ന് ചാരി കിടക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ട്. അപ്പോൾ കിടക്കാൻ പറ്റും. അത് കുറക്കമില്ലാത്തതാണ് വേറെ പ്രശ്നം. അപ്പോൾ ഈ ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബെഡ് കുറച്ച് പൊക്കി വെക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ആൾക്കാരുടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആശ്വാസം കിട്ടും. പിന്നെ ഉള്ളത് നമുക്ക് കോളർ ഉപയോഗിക്കും. ചില ആൾക്കാർക്ക് ഈ കഴുത്തിന് പ്രശ്നം വരുമ്പോൾ കോളർ ഉപയോഗിക്കാം. പക്ഷേ കോളർ ഉപയോഗിക്കുന്നതിനാണ് വളരെ ചെറിയ സമയത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ദിവസത്തേക്ക് നല്ല സഹിക്കാൻ പറ്റാത്ത വേദന സമയം, അല്ലെങ്കിൽ തലേൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ആ സമയത്തേക്ക് മാത്രം നമുക്ക് കോളർ ഉപയോഗിക്കാം. പിന്നെ സെർവിക്കൽ കോളർ ഒരിക്കലും ഈ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ല. മാസങ്ങൾ, 1 മാസം 2 മാസമൊക്കെ കോളർ ഇട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അത് കഴുത്തിൻ്റെ മസിൽസ് വീക്ക്നെസ് വരും. അപ്പോൾ തുടക്കത്തിൽ സിവിയർ പെയിനുള്ള സമയത്ത് വേണമെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ കോളർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പിയിൽ നമുക്ക് പെയിൻ റിലീവിങ് ഓപ്ഷൻസ് കുറേ ഉണ്ട്. അത് അൾട്രാസൗണ്ട്, ഈ IFT പോലെയുള്ള ചൂട് പിടിക്കുന്ന കുറേ മെഷീൻസും അങ്ങനത്തെ ടെൻസ് പോലെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അത് കൂടാതെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെർവിക്കൽ ട്രാക്ഷൻ. സെർവിക്കൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുത്തിൽ വെയിറ്റ് ഇട്ട് കിടക്കുന്ന സംഭവം. അപ്പോൾ അത് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ഇട്ട് കിടക്കുന്നതല്ല. അതിന് പകരം ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ നമ്മൾ ട്രാക്ഷൻ കൊടുക്കുക. കുറച്ച് വെയിറ്റ് കൂട്ടി ട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്രഷൻ കുറച്ച് റിലീഫ് ഉണ്ടാവും. അതും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് തുടക്കത്തിൽ മെഡിസിൻ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഇതുകൊണ്ട് മാത്രം കിട്ടില്ല. പലപ്പോഴും നമുക്ക് ഇതിൻ്റെ കൂടുതൽ മെഡിസിൻ വേണ്ടി വരും. മെഡിസിൻ എന്ന് പറഞ്ഞാൽ വേദന കുറയാനുള്ള വേദനാ സംഹാരികളായിട്ടുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വരും. അതുകൂടാതെ അതിൻ്റെ കൂടുതൽ നെർവിൻ്റെ രക്തോട്ടം റെഡിയാക്കാനുള്ള പ്രീഗാബലിൻ പോലെയുള്ള മെഡിസിൻസ്. അപ്പോൾ അത്തരത്തിലുള്ള മെഡിസിൻസ് രണ്ടും നമുക്ക് ഒരുമിച്ച് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ ഫിസിക്കൽ മൊഡാലിറ്റീസ് ഉപയോഗിക്കുക, അതിൻ്റെ കൂടത്തിൽ നമ്മൾ മെഡിസിൻ എടുക്കുക, എന്നിട്ട് കുറച്ച് ദിവസത്തേക്ക്, ഒരു 3-4 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കുക. അതാണ് നമ്മൾ ഈ ഒരു അസുഖത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. മിക്ക ആളുകൾക്കും നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മെഡിസിൻ എടുത്ത് കൃത്യമായി കുറച്ച് റെസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാകും, കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ വേദന ഇന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി കൊടുത്താൽ തന്നെ അവരുടെ ആശ്വാസം പകുതി ഉണ്ടാവും. അതിൻ്റെ കൂടുതൽ വേദനയ്ക്കുള്ള റിലീഫ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ചില ആളുകൾക്ക് ഇതൊന്നും ചെയ്താൽ പെയിന് മാറില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഇതെല്ലാം ഫിസിയോതെറാപ്പി ചെയ്തു, മെഡിസിൻ എടുത്തു, ഇതെല്ലാം ചെയ്തിട്ട് വേദന മാറാത്ത ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? MRI സ്കാൻ എടുക്കണം. അപ്പോൾ സ്കാൻ എടുത്തിട്ട് ഏത് ലെവലാണെന്ന് കണ്ടുപിടിച്ചാൽ നേരിട്ട് നമ്മൾ അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതായത് ഉദാഹരണത്തിന് സെർവിക്കൽ നെർവ് കംപ്രഷൻ കാരണം അവിടെ ഇൻഫ്ലമേഷൻ വന്നതാണ്. ഇപ്പോൾ നീരിറക്കം നമ്മൾ പറയുന്ന ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നേരിട്ട് എക്സ്റേ ഗൈഡൻസിൽ നമുക്ക് സെർവിക്കൽ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ എക്സ്റേയുടെ സഹായത്തോടു കൂടി നീഡിൽ അവിടെ പ്ലേസ് ചെയ്തിട്ട് ആ നെർവ് എവിടെയാണോ കംപ്രസ് ആയത് അവിടെ തന്നെ നമ്മൾ നേരിട്ട് മെഡിസിൻ കൊടുക്കാൻ പറ്റും. അവിടെ നേരിട്ട്, അപ്പോൾ അസുഖമുള്ളിടത്തിൽ നേരിട്ട് മെഡിസിൻ കൊടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് വളരെ ചെറിയ ഡോസിൽ മെഡിസിൻ കൊടുത്താൽ മതി. അത് കൂടുതൽ ഇഫക്റ്റീവാണ്. അപ്പോൾ സൈഡ് ഇഫക്റ്റ് കുറവാണ്. അപ്പോൾ നേരെ അസുഖമുള്ളിടത്തിൽ മാത്രം മരുന്നെത്തും. അപ്പോൾ ശരീരത്തിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് അത് ബാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നേരിട്ട് ടാർഗറ്റഡ് ആയിട്ട് അവിടെ തന്നെ മെഡിസിൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ റിലീഫ് കിട്ടും. അപ്പോൾ പെയിൻ റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ രോഗികൾക്കെല്ലാം സാധാരണ രീതിയിൽ ഒരു 6 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം സെറ്റിലാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഹെർണിയേറ്റഡ് ഡിസ്ക് വന്നു വെച്ചാൽ കലാകാലം പെയിൻ ഉണ്ടാക്കണം നിർബന്ധമില്ല. അപ്പോൾ അവരുടെ ആ ഒരു പീരീഡ് നമ്മൾ മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടാണ്, ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഒരു പാർട്ടാണ് ഈ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടെ ട്രീറ്റ്മെൻറ്റ് തീരുന്നില്ല. നമ്മളിപ്പോൾ ഇതിപ്പോൾ മെഡിസിൻ കൊടുത്തു, അല്ലെങ്കിൽ ഇതെല്ലാം കൊടുത്ത് പെയിന് മാറി. ഇപ്പോൾ പെയിന് മാറി അങ്ങനെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നീട് ഈ ഡിസ്ക് പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ വേദന മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേദന കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിൻ്റെ ശക്തി കൂട്ടുന്ന രീതിയിലുള്ള നെക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ ഇവരുടെ എർഗണോമിക്സ്, അതായത് ഇവരുടെ ജോലി എന്താണെന്ന് നോക്കണം. അപ്പോൾ ഓരോരുത്തർക്ക് ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പൊസിഷൻ ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ആ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പൊസിഷൻ, അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് എങ്ങനെ സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ ഇരിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്, അതൊക്കെ അതിൻ്റെ കൂടുതൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പൊസിഷൻ ശരിയില്ലാത്തതുകൊണ്ട് നമ്മൾ മൊബൈലിൽ കഴുത്ത് കുനിഞ്ഞ് നോക്കുക, അല്ലെങ്കിൽ കുറേ നേരം കഴുത്ത് കുനിച്ച് വായിക്കുന്ന ആൾക്കാർ, കുറേ നേരം ലാപ്ടോപ്പിൽ കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ ഡിസ്കിൻ്റെ പ്രശ്നം, കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല, അല്ലെങ്കിൽ അത് അവരെ പൊസിഷൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം.
മുന്നോട്ടുള്ള കുനിഞ്ഞിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളത് പൊസിഷൻ എങ്ങനെ ചെയ്ത് ശ്രദ്ധിച്ചിട്ട് എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ വലിയ ഭാരപ്പെട്ട സാധനങ്ങൾ എടുത്തു പൊക്കുന്ന ആൾക്കാർക്ക് അവർ എങ്ങനെ വെയിറ്റ് പൊക്കണം, എങ്ങനെ ഏത് പൊസിഷനിൽ ചെയ്യണം എന്നുള്ള കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടത്തിൽ, അതായത് വേദന മാറ്റുന്നവരുടെ കൂടത്തിൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി അവരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അത് പിന്നീട് വേദന തിരിച്ചു വരാത്ത രീതിയിലേക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റായി മാറുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക് ഇതെല്ലാം ചെയ്താലും ചിലപ്പോൾ മാറാത്ത ആളുകളുണ്ടാകും. ചില അപൂർവമായിട്ട് നമുക്ക് സർജറി ചിലപ്പോൾ വേണ്ടി വരും. എല്ലാവർക്കും സർജറി ചെയ്യണമെന്നല്ല, പക്ഷേ ചില ആളുകൾക്ക് വീക്ക്നെസ് വരുന്നത്, അപ്പോൾ കൈക്ക് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വീക്ക്നെസ് ഉള്ള ആൾക്കാരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കയ്യിൽ വീക്ക്നെസ് പ്രോഗ്രസീവായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ സെർവിക്കൽ മയലോപ്പതി, അതായത് കാലിൻ്റെ ബാലൻസ് പോവുകയും കൈയും കാലും തരിപ്പും കാര്യങ്ങളൊക്കെ വന്ന് വീക്ക്നെസ്സിലേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടതാണ്. അല്ലാത്ത ആളുകൾക്കെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റോട് തന്നെ 90% അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റോട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കഴുത്തിൽ നിന്നും കയ്യിലേക്ക് ഷോക്ക് അടിക്കുന്ന രീതിയിലൊരു വേദനയായിട്ട് വരുന്ന ആളുകൾ നമ്മൾ പെട്ടെന്ന് തിരക്ക് കൂട്ടാതെ കൃത്യമായി ഈ രീതിയിലുള്ള ചികിത്സാ രീതികൾ അവലംബിച്ച് കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുകയും നമുക്ക് തിരിച്ച് നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും. വേദനയുണ്ടാക്കുന്ന മറ്റൊരു അസുഖത്തിൻ്റെ വിശേഷവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.